ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറച്ച് നാളുകളായിട്ട് എനിക്ക് എൻ്റെ വർക്കൗട്ടിൻ്റെ ഫുൾ ലെങ്ത് വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റാറില്ലായിരുന്നു. കാരണം എൻ്റെ ഡ്യൂട്ടി ടൈമിൻ്റെ ചേഞ്ച് കാരണമൊക്കെയാണ്. ഇപ്പോൾ കുഴപ്പമില്ലാതെ തന്നെ എനിക്ക് വർക്കൗട്ട് വീഡിയോസ് എടുക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കും. നേരത്തെ പോലെ തന്നെ എൻ്റെ വീഡിയോസിനെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും എല്ലാവരുടെ സപ്പോർട്ടും വേണം. കാണണം എൻ്റെ വർക്കൗട്ട് കിട്ടാത്തവർ ഇനി മാക്സിമം ജിമ്മിലൊക്കെ പോയി ട്രെയിനേഴ്സ് അത്ര കെയർ ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ വർക്കൗട്ട്സ് നോക്കുക, അതിലെപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം ഞാൻ എല്ലാ പാർട്സിനും ഓരോ ദിവസം ചെയ്യുന്ന ഓരോ വർക്കൗട്ടുകളും ഞാൻ അതേ രീതി തന്നെ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഇതേ സെയിം വർക്കൗട്ട് പാറ്റേൺ തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ കോച്ച് അത് പല ജിമ്മുകളിലും ട്രെയിനേഴ്സ് കെയർ ചെയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. ജിമ്മിൽ പോയിട്ടും വർക്കൗട്ട് നല്ല രീതിക്ക് കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ വരുന്നവർ. അത്തരമുള്ള ആൾക്കാരൊക്കെ മാക്സിമം നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഒന്ന് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നല്ല രീതിക്ക് തന്നെ വർക്കൗട്ട് ചെയ്യുക. ഇന്നിപ്പോൾ ഏതായാലും ഞാൻ എൻ്റെ ഒരു ചെസ്റ്റ് ഡേ ആയിരുന്നു. ചെസ്റ്റിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. മാക്സിമം എല്ലാവരും കാണുക, നല്ല രീതിക്ക് തന്നെ ഈ വർക്കൗട്ടൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. എന്തൊക്കെ വന്നാലും ഒരു മണിക്കൂർ ഡെയിലി 1 മണിക്കൂർ 1.5 മണിക്കൂർ നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി നിങ്ങൾ മാറ്റി വയ്ക്കണം. വർക്കൗട്ട് മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ പ്രോപ്പർ ന്യൂട്രിയൻസ്, റെസ്റ്റ്, ഇതൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ കൊടുക്കണം. പ്രോട്ടീൻ ഗോൾ, ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ ഗോൾ, എന്തായാലും നിങ്ങൾ പ്രോട്ടീൻ ഗോൾ അച്ചീവ് ചെയ്യണം. നല്ല രീതിക്ക് തന്നെ വർക്കൗട്ട് ചെയ്യാനും ശ്രമിക്കണം. ഇങ്ങനെയൊക്കെ ചെയ്താലേ നമുക്ക് നല്ല രീതിക്ക് നമ്മുടെ മസിൽസ് ബിൽഡ് ചെയ്തെടുക്കാൻ കഴിയുള്ളൂ. എൻ്റെ എല്ലാ വർക്കൗട്ട്സിലും ഞാൻ 3 സെറ്റ് വെച്ചാണ് ചെയ്യുന്നത്. റെപ്പറ്റേഷൻ വരുന്നത് 15, 12, 10 ആ ഒരു ലെവലിലാണ് ഞാൻ എൻ്റെ മാക്സിമം വർക്കൗട്ട്സ് എല്ലാം ചെയ്യുന്നത്. ഓക്കെ, മാക്സിമം നിങ്ങൾ ഫെയിലിയർ വരെ ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, മാക്സിമം ഫെയിലിയർ വരെ ചെയ്യാൻ ശ്രമിക്കണം. ഹൈ ഇൻറ്റൻസിറ്റിയിൽ ചെയ്യുന്നത് കൊണ്ടും തന്നെ ഈയൊരു റെപ്പ് ലെവലാകുമ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം എൻ്റെ മസിൽസിന് ഫീല് കിട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു റെപ്പിൽ സ്റ്റോപ്പ് ചെയ്യും. ആ ഒരു രീതിക്കാണ് ഞാൻ എൻ്റെ വർക്കൗട്ട് ഫോളോ ചെയ്യുന്നത്. മാക്സിമം നിങ്ങളുടെ വർക്കൗട്ട് റെപ്പ് ടു ഫെയിലിയർ വരെ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, കൗണ്ട് നോക്കണ്ട. ഇപ്പോൾ ഓരോ പാർട്സിനും എവിടെ സ്റ്റാർട്ട് ചെയ്യണം, എവിടെ എൻഡ് ചെയ്യണം ഒന്നും വർക്കൗട്ട്സിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. വർക്കൗട്ട് എവിടെ സ്റ്റാർട്ട് ചെയ്യണം, എവിടെ അവസാനിപ്പിക്കണം എന്നൊന്നും അറിയാത്ത പലരും ഉണ്ടായിരിക്കാം. ഇപ്പോൾ ഈ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നവരിൽ ട്രെയിനേഴ്സ് അത്ര കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കാം. പറഞ്ഞു കൊടുക്കുന്നവരുണ്ടായിരിക്കാം, അവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അവർക്കൊക്കെ എൻ്റെ ഈ വീഡിയോസ് കണ്ട് വർക്കൗട്ട് ചെയ്യുന്നത് നല്ല ബെനിഫിറ്റ് ആയിരിക്കും. കാരണം സ്റ്റാർട്ടിങ് തൊട്ട് അവസാനം വരെ എൻ്റെ ഓരോ വർക്കൗട്ട്സും റെപ്പറ്റേഷൻ ലെവലിൽ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നല്ല രീതിക്ക് എല്ലാവരും ഇത് കണ്ട് നല്ലതുപോലെ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഓരോ വർക്കൗട്ടും അതിൻ്റേതായ നല്ല ഫീല് കൊടുത്ത് തന്നെ ചെയ്ത് അവസാനിപ്പിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള വർക്കൗട്ട്സ് ടിപ്സുകളും ട്രിക്സുകളും അടങ്ങിയ വീഡിയോസുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബായ്.